ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വിറ്റോസ് മീഡിയ. ഇന്ന് നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് വിറ്റോസ് മീഡിയ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോകുന്ന വിഷയം അത്തരത്തിലുള്ളതാണ്. എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ചത്? നമ്മളെന്ന് പറയുമ്പോൾ സമൂഹത്തിലെ താഴേക്കിടകളിലുള്ള പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം നേടിയത്, അവരെങ്ങനെയാണ് ഈ സ്ത്രീ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയത്, അതിലൂടെയുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സാവിത്രിബായി ഫുലെ, ഈ ഇന്ത്യൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ. പണ്ട് കാലത്ത് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനോ പഠിക്കുവാനോ ഉള്ള അവകാശങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് സാവിത്രിബായി ഫുലെ ഇന്ത്യയിൽ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്കൂൾ സ്ഥാപിച്ചു. അതാണ് അവരുടെ ഏറ്റവും വലിയ സംഭാവന. 1831 ജനുവരി 3 മഹാരാഷ്ട്രയിലെ സത്താറ എന്ന് പറയുന്ന സ്ഥലത്താണ് സാവിത്രിബായി ഫുലെ ജനിച്ചത്. വിവാഹം എന്ന് പറയുന്നത് അന്ന് കാലത്ത് ശൈശവ വിവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ 9ാമത്തെ വയസ്സിലാണ് അവർ വിവാഹിതയായത്. വിവാഹം കഴിച്ചതാകട്ടെ മഹാത്മാ ജ്യോതിറാവ് ഫുലെ എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ സാവിത്രിബായി ഫുലെയെയും സ്വാഭാവികമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാനും ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ പ്രശസ്തി ആർജിക്കാനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികമായിട്ടുള്ള സംഭാവനകൾ ചെയ്യുവാനും സാധ്യമായി. വിവാഹം കഴിക്കുന്ന സമയത്ത് സാവിത്രിബായി ഫുലെയ്ക്ക് എഴുതുവാനോ വായിക്കുവാനോ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവരുടെ വിദ്യാഭ്യാസത്തിൽ നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കാരണം ഭർത്താവ് അവരെ പഠിപ്പിച്ചു. അവരെ എഴുത്തും വായനയും പഠിപ്പിച്ചു. തുടർന്ന് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചേർത്തവരെ ട്രെയിനിങ് നൽകി ഒരു അധ്യാപികയായി. അങ്ങനെ സാവിത്രിബായി ഫുലെ ഇന്ത്യയിലെ ആദ്യത്തെ പരിശീലനം സിദ്ധിച്ച ആദ്യത്തെ വനിതയായും ആദ്യത്തെ ഹെഡ് മിസ്ട്രസുമായി അവർ മാറുകയാണ് ഉണ്ടായത്. അവരുടെ ഏറ്റവും പ്രഥമമായ സംഭാവന എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ സ്ഥാപിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ ആദ്യത്തെ സംഭാവന എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ മഹത്താണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന സ്ത്രീകൾ ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് മേഖലകളിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഈ ഒരു സ്കൂൾ സ്ഥാപിച്ചതിലൂടെ ഒരുപാട് പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വന്നു. സ്വാഭാവികമാണ്. ഇന്ത്യയിലെ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ ഈ സാവിത്രിബായി ഫുലെയുടെ ഈ ഒരു പ്രവർത്തനത്തെ കണ്ടുകൊണ്ട് കൈകൊട്ടി ചിരിച്ചില്ല. അവർക്കെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവരുടെ ദേഹത്ത് ചാണകവെള്ളം തളിച്ചിരുന്നു, ചാണകാൻ വാരി എറിഞ്ഞിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരെ വഴിയിലിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. എല്ലാ കാലത്തും അങ്ങനെയാണ് ഈ യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ. അവരുടെ ഒരു പിന്തിരിപ്പൻ മനോഭാവമാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അവർ വലിയ വലിയ കല്ലുകൾ വാരി ഇവരെ എറിഞ്ഞു, മണ്ണുകൾ വാരി എറിഞ്ഞു, ചാണാൻ വാരി പോലും എറിഞ്ഞു. പക്ഷെ സാവിത്രിബായി ഫുലെ തളർന്നില്ല എന്നുള്ളതാണ്. അവർ അവരുടെ ബാഗിൽ മറ്റൊരു സാരി കൂടി കരുതിയിരുന്നു. അവർ സ്കൂളിൽ ചെല്ലുന്നു, ഈ അഴുക്കായ വസ്ത്രം മാറി പുതിയ സാരി എടുത്തുകൊണ്ട് പെൺകുട്ടികളെ അവർ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. അതാണ് അവരുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. ഇത്ര ത്യാഗപരിപൂർണമായിട്ടാണ് അവർ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. തുടർന്ന് ഭർത്താവ് ജ്യോതിറാവ് ഫുലെയോട് കൂടി ചേർന്ന് പെൺകുട്ടികൾക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള അധസ്ഥിത വർഗങ്ങൾക്കും വേണ്ടി അവർ 18 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തുടങ്ങിയുണ്ടായി. പിന്നീട് അവർ മഹിളാ സേവൽ മണ്ഡൽ എന്ന് പറയുന്നൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടും അവകാശങ്ങൾ സ്ത്രീകൾക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാമൂഹ്യ പ്രസ്ഥാനമായിരുന്നു ഇത്. നമുക്കറിയാം, ഇന്നത്തെ സ്ത്രീകളിലധികവും സാമൂഹ്യപരമായിട്ട് യാതൊരു ബോധവും ഇല്ലാത്ത ആളുകളാണ്. അതവരുടെ കുറ്റമല്ല. അവരെ ആ രീതിയിലാണ് ഈ സമൂഹം അവരെ ആ രീതിയിലാണ് പ്രാപ്തരാക്കിയിട്ടുള്ളത്. സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാനോ സമൂഹ കാര്യങ്ങളിൽ ഇടപെടാനോ ഒരു സ്ത്രീക്ക് പുരുഷൻ
ഇസ്ലാമിനെ അപേക്ഷിച്ച് സ്വാതന്ത്ര്യവും ഇല്ലാതിരിക്കുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് സ്ത്രീകൾ സാമൂഹ്യപരമായിട്ട് ബോധമില്ലാത്തവരാകുന്നത്. രാഷ്ട്രീയത്തെക്കുറിച്ചോ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചോ തൽപരരല്ലാതാവുന്നതും അതുകൊണ്ടാണ്. ആ രീതിയിലാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ ആ ഒരു സാമൂഹ്യ കുറിച്ച് ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ടാണ് സാവിത്രിബായി ഫുലെ അത്തരത്തിലുള്ളൊരു സാമൂഹിക പ്രസ്ഥാനം രൂപം കൊടുത്തിട്ടുള്ളത്. 1863 ബാൽഹത്യ പ്രതിബന്ധക് ഗൃഹ എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനം അവർ രൂപം നൽകി. അതിൽ പ്രധാനമായും വിധവകളായ ബാലികകൾക്ക്, അതുപോലെ ചൂഷിതരായിട്ടുള്ള സ്ത്രീകൾക്കും പ്രസവിക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനും സുരക്ഷിതമാകാനുമുള്ള ഒരു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് അത്. ശിശുക്ഷേമത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു സ്ഥാപനമാണ് അത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്ര മഹത്തരമാണെന്നുള്ളത്, എത്ര മഹത്തരവും എത്ര ആത്യന്തികവുമാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനേ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ അവസരത്തിൽ. ഈ പ്രസ്ഥാനം തന്നെയാണ് ശിശുഹത്യ തടയുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ട പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊന്നുകളയുമായിരുന്നു. അപ്പം അതിനെതിരെ സ്വതന്ത്രമായി സ്ത്രീകൾക്ക് പ്രസവിക്കാനും കുഞ്ഞിൻ്റെ ലിംഗമനുസരിച്ച് അതിനെ ഉപദ്രവിക്കാനോ വളർത്താനോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കാനും അവരെ വളർത്തുവാനും വേണ്ടിയിട്ട് വളരെ സാമൂഹ്യപരമായിട്ട് ഏറ്റവും ആത്യന്തികമായിട്ടുള്ളൊരു മൂല്യം കൽപ്പിക്കുന്ന ഒരു സാമൂഹിക പ്രസ്ഥാനമാണ് ഇത്. നമുക്ക് വളരെ ശക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. പിന്നീട് 1873 സത്യശോധക് സമാജ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിൽ അവരംഗമായി. അത് വേറെ ആരുടെയും ഒരു പ്രസ്ഥാനമായിരുന്നില്ല, അത് സ്വന്തം ഭർത്താവിൻ്റെ തന്നെ സാമൂഹ്യ പ്രസ്ഥാനമായിരുന്നു. നമുക്കറിയാം, ജ്യോതിബ ഫുലെ എന്ന് പറയുന്നത് മഹാനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് അവർ ജാതി വ്യവസ്ഥയ്ക്കെതിരെ അവർ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് ജ്യോതിബ ഫുലെയുടെ മരണത്തിന് ശേഷം അതിൻ്റെ അമരത്വം ഏറ്റെടുത്ത് അതിൻ്റെ സാമൂഹിക സേവനം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇതിലൂടെ ബാലവിവാഹത്തെയും സതി ആചാരത്തെയും അവർ എതിർത്തു. അതുപോലെ തന്നെ വിധവാ പുനർവിവാഹത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിലൊരു വേറിട്ട ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജ്യോതിറാവ് ഫുലെയോടൊപ്പം സാവിത്രിബായി ഫുലെയും പ്രയത്നിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ അവർ സാഹിത്യത്തിലും അവർക്ക് സംഭാവനകളുണ്ട്. കാവ്യ ഫുലെ എന്ന് പറയുന്ന കവിതാ സമാഹാരം അവർ 1854 അവർ പ്രസിദ്ധീകരിച്ചു. അതുപോലെ ബാവൻ കാശി സുബോധ് എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരവും അവർ രൂപീകരിച്ചു. ഇതിലെല്ലാത്തിൻ്റെയും പ്രമേയം എന്ന് പറയുന്നത് സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട വർഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ആശയങ്ങളായിരുന്നു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നത്. പഠിക്കുക, സ്വയം പര്യാപ്തം നേടുക, ജാതി വ്യവസ്ഥയെ തകർക്കുക എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യവും അവരുടെ ആശയവും എന്ന് പറയുന്നത്. 1897 പൂനെയിൽ പ്ലേഗ് ബാധിച്ച സമയമായിരുന്നു. അപ്പോൾ അവർ പ്ലേഗ് ബാധിതരായ ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ ഒരു അവസരത്തിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി. ആ സംഭവം എന്ന് പറയുന്നത്, ഒരു ചെറിയ കുട്ടിക്ക് പ്ലേഗ് ബാധ വന്ന് അവശനിലയിലായ സമയത്ത് സ്വന്തം കരങ്ങൾ കൊണ്ട് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിക്ക് അവരുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും പ്ലേഗ് ബാധ സാവിത്രിബായി ഫുലെക്ക് ഉണ്ടാവുകയും അങ്ങനെയാണ് അവർ മരണപ്പെടുകയും ചെയ്യുന്നത്. 1897 മാർച്ച് 10 പ്ലേഗ് ബാധിച്ചാണ് സാവിത്രിബായി ഫുലെ മരിച്ച് നമ്മളെ വിട്ട് പോകുന്നത്. പൂനെ സർവകലാശാലയുടെ പേര് പുനർനാമകരണം ചെയ്ത് സാവിത്രിബായി ഫുലെ സർവകലാശാല എന്നാക്കി അവരെ നമ്മൾ ആദരിക്കുന്നു. ജനുവരി 3 സാവിത്രിബായി ഫുലെ ദിനം അഥവാ അധ്യാപികാ ദിനം എന്നായി ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ധീരമായിട്ടുള്ള പ്രവർത്തികൾ സ്വന്തമായിട്ടല്ലാതെ സമൂഹത്തിനു വേണ്ടി ഒരുപാട് മനുഷ്യർ ത്യാഗം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇത്തരം വ്യക്തികളെ നമ്മൾ ഈ ദിനത്തിൽ ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറണമെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹവും നമ്മുടെ രാജ്യവും ലോകശക്തികളെ പോലെ വളർന്നു വരാനായിട്ട് സാധിക്കും. ആ വിദ്യാഭ്യാസത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആളുകളെയും സ്ത്രീകളെയും വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ സാവിത്രിബായി ഫുലെ പോലെയുള്ള ആളുകളുടെ ഓർമ്മകൾ നമുക്കെന്നും പ്രചോദനമാണ്. അപ്പം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ജയ് ഭീം.